ഒരു ദിവസത്തെ കടമകളെല്ലാം തീർത്തിട്ട് സൂര്യൻ പകലിനോട് വിട പറയാൻ നിൽക്കുന്ന ഈ ഒരു വേളയിൽ ഞാൻ എൻ്റെ ഇന്നത്തെ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. സന്ധ്യാവേളകളിൽ നമ്മൾ ഇപ്പം പെരയ്ക്കകമൊക്കെ അടിച്ചു വാരി മുറ്റമൊക്കെ അടിച്ചു വാരുന്ന ഒരു പതിവുണ്ടല്ലോ അല്ലേ. അപ്പോൾ വൈകിട്ടത്തെ കാപ്പികുടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ദാ എൻ്റെ കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുറ്റം അടിച്ചു വാരണം. മിക്കപ്പോഴും ഞാൻ വൈകിട്ടാണ് മുറ്റം തൂത്തുവാരുന്നത് കേട്ടോ. പകലെനിക്ക് തൂത്തുവാരാൻ, അതായത് രാവിലെ എനിക്ക് തൂത്തുവാരാൻ സമയം കിട്ടാറില്ല. കാരണം നമ്മൾ രാവിലെ ഒരു ഓട്ടപ്പാച്ചിലായിരിക്കുമല്ലോ. അച്ഛനെ വിടണം, മോനെ വിടണം, അപ്പം അതിൻ്റെ ഒരു തിരക്കായിരിക്കും. അത് തന്നെയല്ല, നമ്മുടെ വീട്ടിലൊരു 6:30 to 7:30 വിളക്ക് വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ വിളക്ക് വെച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നെ മുറ്റം തൂക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലത്തെ മുറ്റമടി മിക്കപ്പോഴും ഒഴിവാക്കും. എല്ലാ ദിവസവും വൈകിട്ടാണ് ഞാൻ മുറ്റം തൂത്തുവാരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വൈകുന്നേരത്തെ, അതായത് എൻ്റെ ഈവനിങ് വ്ലോഗിലേക്ക് കിടക്കാം. ദിവസം മുഴുവൻ ജോലികളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ രാത്രിയിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഇന്നത്തെ രാത്രിയിലെ ഡിന്നർ ഒരുക്കങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ചൂടോടുകൂടി ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുമല്ലോ. അതാണ് ഈ വൈകിട്ടത്തെ കുക്കിങ്ങിൻ്റെ ഉദ്ദേശ ലക്ഷ്യം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസവും എല്ലാ ദിവസവും പോലെ തന്നെ ജോലികളൊക്കെ ആയിട്ട് കടന്നു പോയി കേട്ടോ. അപ്പം ഞാൻ കരുതി ഇന്നത്തെ ദിവസത്തെ ഡിന്നർ ഒരുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഡിന്നർ ഒരുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ കൂടെ കൂട്ടാമെന്ന് ഞാൻ കരുതി. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഞാനത് മീൻകറി വെച്ചിട്ടുണ്ട്. നമുക്ക് മങ്കടയായിരുന്നു കിട്ടിയത്. അത് മുളകിട്ട് കറി അടുത്ത് വെച്ചിട്ടുണ്ട്. തിളച്ച് വറ്റാറായിട്ടുണ്ട്. പിന്നെ മീൻകറി വെക്കുന്ന വീഡിയോ ഞാൻ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒട്ടുമിക്ക വീഡിയോയ്ക്കകത്തും കൂടുതൽ ഞാൻ പാചകങ്ങൾ ചെയ്യുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ കരുതി എന്നാൽ കണ്ട് നിങ്ങൾ ബോറടിക്കത്തില്ലേ. അപ്പോൾ ആ ഒരു ബോറടി മാറ്റാൻ വേണ്ടി അത് മാറ്റി. അപ്പം ഞാൻ മീൻകറി അടുപ്പയിലാക്കിയിട്ടുണ്ട്. മീൻകറി പറ്റി. ഇനി നമുക്ക് അത്താഴത്തിന് ചപ്പാത്തിയും മീൻകറിയാണ്. പിന്നെ കുറച്ച് ചോറ് ഇരിപ്പുണ്ട്. പിന്നെ ഉച്ചക്കത്തെ മോരും അവിയലും ഒക്കെ ഇരിപ്പുണ്ട്. അതെല്ലാം ഇനിയിപ്പോൾ ഫ്രിഡ്ജിനകത്തുനിന്ന് കയറ്റത്തേ ഉള്ളൂ. നാളെ പഴനിക്ക് വേണ്ടവർക്ക് പഴനിക്ക് എടുക്കാം. പിന്നെ ചോറ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചോറ് കഴിക്കാനും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പം നമുക്ക് നോക്കാം. അങ്ങനെതാ നമ്മളുടെ അടുപ്പിൽ നമ്മുടെ മങ്കടക്കറി റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അത് കുറച്ചും കൂടി ഒന്ന് വറ്റാനുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. കാരണം എൻ്റെ ഒട്ടുമിക്ക വീഡിയോസിനകത്തിൽ ഞാനിങ്ങനെ നന്നായിട്ട് പാചകം ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് തന്നെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായത് കൊണ്ട് തന്നെ നിങ്ങൾ കണ്ട് ബോറടിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ഒരു പാകം ചെയ്യുന്ന ഭാഗമൊക്കെ എടുത്ത് ഞാൻ മാറ്റിയത് കേട്ടോ. പിന്നെ ഈ ഒരു പരിപാടി സ്ഥിരമാണ്. ഇതെനിക്ക് ചെയ്യാതെ നമ്മുടെ അടുക്കളയിലെ ഒരു ദിവസം പൂർണ്ണമാവില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം എല്ലാം ഞാനിങ്ങനെ ചോറും കറികളും എല്ലാം പകർന്ന് മാറ്റി വെക്കും. നമ്മളുടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുക്കള ഒന്നും കൂടി നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കിടക്കുമല്ലോ. നമുക്ക് പിറ്റേന്ന് അടുക്കളയിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടാനും വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതും കൂടി കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ചോറും അവിയലും മോരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് പകർന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്കവിടെ അടുപ്പിൽ നമ്മൾ പാചകം ചെയ്തതിൻ്റെ ചാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നന്നായിട്ട് നീക്കി പിന്നെ അവിടെ എല്ലാം ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പാത്രം കഴുകൽ മാത്രമേ കാണത്തുള്ളായിരിക്കും. പിന്നെ പാത്രം കഴുകലും പിന്നെ ഫുഡും കൂടെ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഇന്നത്തെ ദിവസം പൂർണ്ണമായെന്ന് തന്നെ പറയാം. അങ്ങനെ തന്നെ പറയുന്നതായിരിക്കും. എനിക്കെങ്കിലേ അതൊരു തൃപ്തി വരത്തുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ അവിടുത്തെ ഒരു വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. ദിവസം മുഴുവൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കുടുംബത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം അങ്ങനെ ഞങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാറില്ല. അണ്ണൻ രാവിലെ അങ്ങ് പോകും, പിന്നെ വൈകിട്ടല്ലേ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അധിക ദിവസങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചങ്ങനെ എപ്പോഴും ഇരുന്ന് കഴിക്കാൻ ടൈം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ
എൻ്റെ ജോലികളൊക്കെ തീർന്നു വരുന്നു. ഒരു ദിവസത്തിൻ്റെ പര്യവസാനത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തയ്യാറെടുപ്പുകളൊന്നും അധികമില്ലാതെ തന്നെ നേരത്തെ പോയി കിടന്നുറങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നൈറ്റ് വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദിവസം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിന് നന്ദി. വീണ്ടും അടുത്ത ഡയറിയുമായി കാണാം. ടേക്ക് കെയർ ആൻഡ് കീപ് സ്മൈലിംഗ്. ദിസ് ഈസ് രേഷ്മ signing off.